നിനക്ക് ആ കാർ എവിടെ നിന്ന് കിട്ടിയ? കാറോ? ഏത് കാറ്? ഓ, ആ കാറ്. അത് വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടി. എന്ത്? നീ എന്തിനാ വർക്ക്ഷോപ്പിൽ പോയെ? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. അതിന് തനിക്കെന്താ? നീ ആ കാർ ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ലായിരുന്നു. കാരണം? കാരണം അത് കൊള്ളില്ല. എനിക്ക് കൊള്ളാന്നാണല്ലോ തോന്നിയത്. അത് നിനക്ക് വിവരമില്ലാത്തോണ്ടാ. ശരത്തെ, അതൊരു സാധാരണ കാറല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തുകൊണ്ട് പേടിക്കുന്നു എനിക്കറിയാം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. ഈ വീട്ടിൽ ഇപ്പൊ ഒരു കാറിന്റെ ആവശ്യമില്ല. അത് താനല്ല തീരുമാനിക്കേണ്ടത്. ഇവിടെ അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, മുത്തശ്ശിയുണ്ട്. അവരാരും എതിർത്തില്ലല്ലോ. പിന്നെ തനിക്ക് മാത്രം എന്താ അത്ര പ്രശ്നം? ആ കാർ ശരിയല്ലെന്ന് എനിക്കേ അറിയൂ. എന്തുകൊണ്ട് ശരിയല്ല പറയുമ്പോ അതും കൂടി പറയണം ശരത്തെ. ശരത്തെ, നിന്റെ സമയം അടുത്തു കഴിഞ്ഞു. നീ കുഴിച്ചു മൂടാൻ നോക്കിയ സകലതും നിന്നെ തേടി വരാൻ തുടങ്ങിയിരിക്കുക. ഇനി നിനക്ക് രക്ഷയില്ല. ഒന്നുകിൽ മാന്യമായി നീ കീഴടങ്ങണം, അല്ലെങ്കിൽ നിനക്ക് ആത്മഹത്യ ചെയ്യാം. നീ എന്താണ് രണ്ട് രീതിയിൽ സംസാരിക്കുന്നത്? പേടിപ്പിക്കാ നീ? ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണോടി നീ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? ചാരത്തിന്ന് പറന്നു വരുന്നവനടി ശരത്ത്. പല പ്രാവശ്യേ ഞാനത് തെളിയിച്ചിട്ടുമുണ്ട്. ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കും. പിന്നെ ആ കാറ് അത് അത്രയും വേഗം ഒന്ന് വിറ്റ് കളഞ്ഞേക്കാം. എനിക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഈ വീട്ടിൽ വേണ്ട. എനിക്ക് സൗകര്യമില്ല നീ പറയുന്ന അനുസരിക്കാൻ. നീയേ വെറുതെ ഒച്ച വെക്കൊന്നും വേണ്ട. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കുന്ന നിനക്ക് നല്ലത്. എന്റെ വാക്ക് ധിക്കരിച്ചോണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ഞാൻ വിളിച്ചു പറയട്ടെ ഈ കാരണം നീ എന്തുകൊണ്ടാ പേടിക്കുന്നെന്ന്. കാറും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാം. ഞാനത് പറയാത്തത് നിന്നെ കൊണ്ടത് പറയിപ്പിക്കാൻ വേണ്ടിയാ. ശരത്തെ, നുണകൾ കൊണ്ട് നീ കെട്ടിപ്പൊക്കിയ കൊട്ടാരം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴാൻ പോവാ. അതിന്റെ തുടക്കമാ ഈ കാറ്. നിന്റെ ഊഴം വരാറായി. അതിനി അധികം കാത്തിരിക്കണ്ട. എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോ. ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ഞാൻ നടന്നു പോയിക്കോളാം. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം. വേണ്ട, അവിടെ ഒരാള് കലിതുള്ളി നിൽക്കുക. ചന്ദ്ര. എനിക്ക് ജാമ്യം കിട്ടില്ല എന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു ആള്. കിട്ടിയപ്പോൾ നിലതെറ്റിയെന്നൊരു സംശയം. നിങ്ങൾ വന്ന ആ ഉറഞ്ഞ തുള്ളൽ കാണേണ്ടി വരും. എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? അതാ ഞാൻ ഇവിടെ മതിയെന്ന് പറഞ്ഞത്. സിദ്ധുവിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ ഏതായാലും ഇറങ്ങിയല്ലോ. ആദ്യം ചെയ്യേണ്ടത് ആ ഡിവോഴ്സ് ശരിയാക്കാന്നുള്ളതാ. ഇതുപോലുള്ള ആളെയൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അത് ശരിയാ. എന്തിനാ നമ്മൾ സഹിക്കുന്നത്? അതൊരു കഴിഞ്ഞ കഥയാ. ഒരിക്കലും ഒരുമിക്കാൻ പാടില്ലാത്തൊരു ചേർന്ന് നടത്തിയ ഒരു പൊറോട്ട നാടകമായിരുന്നു എൻ്റെ കല്യാണം. സ്വാഭാവികമായും അത് തകർന്നു. ഇനി ബാക്കി നിൽക്കുന്നത് കുറച്ച് ടെക്നിക്കാലിറ്റീസ് മാത്രമാ. അതും ഉടനെ കഴിയും. അതോടെ ആ നാടകത്തിന്റെ അവസാന രംഗവും തീരും. എന്തായാലും നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ നിന്നു, സഹായിച്ചു. ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ പേഷ്യന്റാ സിദ്ധു, അതിലുപരി ഒരു സുഹൃത്തും. സിദ്ധുവിനൊരു പ്രശ്നം വരുമ്പോൾ ഉത്തരവാദിത്തമുള്ളൊരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ കൂടെ നിൽക്കണം. ഞാനത് ചെയ്തു. ഞങ്ങളില്ലെങ്കിലും പുറത്തിറങ്ങുമായിരുന്നു. എന്ത് വില കൊടുത്തും സിദ്ധുവിനെ പുറത്തിറക്കുന്ന വാശിയില് ഒരാൾ നിൽപ്പുണ്ടായിരുന്നല്ലോ, ദേവിക.